ലഅല്ലകും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗികളാകാൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ വചനമാണ്. ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാമുന ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. فكان ظهور هذه العلوم العظيمة عليه ما أنه كان رجلا أميا നിരക്ഷരനായ അക്ഷരാഭ്യാസമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് പോലും ഇത്രമേൽ വലിയ വിജ്ഞാനത്തിന്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിത്വത്തിന് മുമ്പിൽ തുറന്നു കൊടുത്തത് അത് മിൻ അഅ്ലമിൽ മുഅ്ജിസാത്ത്, അത് ആ പ്രവാചകൻ ആ വ്യക്തിത്വത്തിന് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ്. അക്ഷരാഭ്യാസമില്ലാത്ത പ്രവാചകൻ, അക്ഷരാഭ്യാസമില്ലാത്ത നിരക്ഷരനായ പ്രവാചകൻ. അൽ ഉമ്മിയ എന്ന അറബി പദത്തിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്, നിരക്ഷരനായ പ്രവാചകൻ. ആ പ്രവാചകനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അറിവുകളുടെയും അക്ഷയഖനിയായ വിശുദ്ധ ഖുർആനിനെ ഇറക്കി കൊടുക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാമുൽ റാസി തങ്ങൾ പറയുകയാണ്, അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന് നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളോട് വിനീത വിധേയനായ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലണം. അതാണ് ഈ സദസ്സിന്റെ ആവേശം എന്ന് പറയുന്നത്. ഈ സദസ്സിന്റെ ആവേശം അതാണ്. ഇതുപോലെയുള്ള സംഗമങ്ങളുടെ പ്രതീക്ഷയും അതാണ്. റൂഹുൽ മജാലിസി ദിക്റുഹു വ ഹദീസുഹു وهدى لكل ملدد حيران فإذا أخل بذكره في مجلسي فأولئك الأموات في الحيان. കാവ്യലോകത്തെ കുലപതികളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. റൂഹുൽ മജാലിസ് ദിക്റുഹു വ ഹദീസുഹു, ഏതൊരു സദസ്സിന്റെയും അലങ്കാരം ആത്മാവ് എന്ന് പറയുന്നത് അത് ഹബീബിന്റെ പരിശുദ്ധമായ നാമമാണ്. ദിക്റുഹു വ ഹദീസുഹു, ആ ഹബീബിനെ കുറിച്ച് പറയലാണ് ഒരു സദസ്സിന്റെ അലങ്കാരം. വഹുദൽ ലികുല്ലി മുലദ്ദിദിൻ ഹൈറാനി, എല്ലാവർക്കും സന്മാർഗം നൽകുന്ന വചസ്സുമാണത്. ഫഇദാ ഖല്ല ബിദിക്രിഹി ഫീ മജ്ലിസി ഫൗലായികൽ അംവാതു ഫിൽ ഹയ്യാനി. ഏതെങ്കിലും ഒരു സദസ്സ് ഹബീബിന്റെ പേര് കേൾക്കുമ്പോ ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലുന്നതിൽ വീഴ്ച വരുത്തിയാൽ, വിമുഖത കാണിച്ചാൽ, ഉലൈകൽ അംവാതു ഫിൽ ഹയ്യാനി, ആ സദസ്സാണ് ജീവനുള്ളവർക്കിടയിലെ ജീവനില്ലാത്ത ആളുകളെന്ന് കാവ്യലോകത്തെ കുലപതികൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഹബീബ് 14 മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എന്റെ പേര് ഒരു സദസ്സിൽ വെച്ച് പറയപ്പെടുകയും അത് കേൾക്കുകയും ചെയ്തിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാരോ, സ്വലാത്ത് ചൊല്ലാൻ മടി കാണിച്ചവനാരോ, അവനാണ് പിശുക്കനെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സദസ്സിൽ നിന്ന് ഈ ഉള്ളവന് പ്രതീക്ഷിക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേലിലുള്ള സ്വലാത്താണ്. അതിന്റെ പ്രഭാഷണ അവസാനം വരെ ഉണ്ടാകണമെന്നുകൂടി വിനീത വിധേയനായി ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വിശുദ്ധ ഖുർആൻ പ്രവാചകന്റേതാണ്, അത് പ്രവാചകന്റെ സൃഷ്ടിയാണ് എന്നവർ പറഞ്ഞു നടന്നു. പക്ഷേ
അതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പഠിപ്പിക്കുകയാണ്. അത് പ്രവാചകന്റെ സൃഷ്ടിയാണ്. മുഹമ്മദ് നബി സ്വന്തമായതുണ്ടാക്കിയതാണ്. ഒരു ദൈവത്തിന്റെ ഭാഗത്തു നിന്നും അത് ഇറങ്ങിയതല്ല. ഒരു ആകാശ ലോകത്തിനും അതിൽ പങ്കാളിത്തമില്ല. ഒരു മാലാകത്തിനും അതിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞ ആളുകളോട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറയാൻ, വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബ് ولا تخطه بيمينك إذا لارتاب المبطلون. وما كنت تتلو من قبله من كتاب. ഈ വിശുദ്ധ ഗ്രന്ഥം സമൂഹത്തിന് സമർപ്പിക്കുന്നതിന് മുമ്പ് നബിയേ നിങ്ങളൊരു ഗ്രന്ഥവും വായിച്ചിട്ടില്ലല്ലോ. കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ ഒരു ഗ്രന്ഥവും അങ്ങ് വായിച്ചിട്ടില്ലല്ലോ നബിയേ. വലാ തഖുത്തുഹു ബിയമീനിക. നബിയേ അങ്ങയുടെ കൈകളെ കൊണ്ട് ഒരു ഗ്രന്ഥവും അങ്ങ് എഴുതുകയും ചെയ്തിട്ടില്ലല്ലോ. ഒരു ഗ്രന്ഥത്തിനും അങ്ങ് രചന നടത്തിയിട്ടില്ലല്ലോ നബിയേ. ഇദല്ലർതാബൽ മുബ്തിലൂൻ. അങ്ങനെ മുമ്പ് വല്ല ഗ്രന്ഥങ്ങൾക്കും നിങ്ങൾ രചന നടത്തിയിരുന്നുവെങ്കിൽ, മുമ്പ് വല്ല ഗ്രന്ഥങ്ങളും നിങ്ങളെ വായിച്ചിരുന്നുവെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പറയാമായിരുന്നു, മുൻകാല വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത പ്രവാചകൻ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് മുഹമ്മദ് നബി ഗ്രന്ഥങ്ങൾ രചിച്ചതാണ്. മുഹമ്മദ് നബി ഖുർആൻ എഴുതിയത് മുൻകാല ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുത്തിട്ടാണ്. അതുപോലെ മുമ്പ് ഗ്രന്ഥങ്ങൾ രചിച്ച പരിചയമുള്ള ആളാണ്. ആ പരിചയത്തിന്റെ പുറത്താണ് മുഹമ്മദ് നബി വിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയത് എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പറയാമായിരുന്നു. പക്ഷേ മുഹമ്മദ് നബിയെ മുമ്പൊരു ഗ്രന്ഥവും അങ്ങ് വായിച്ചിട്ടില്ലല്ലോ. ഒരു ഗ്രന്ഥവും അങ്ങയുടെ കരങ്ങളെ കൊണ്ടങ്ങ് രചന നടത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ലർതാബൽ മുബ്തിലൂൻ. ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നിങ്ങളാണ് ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് പറയാൻ ഒരു വഴിയും ഇല്ലാതെ ആയിരിക്കുകയാണല്ലോ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ് ഇത്, അല്ലാഹുവിന്റെ വചനമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസി സഹോദരങ്ങൾക്ക് മാർഗദർശനം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിന്റെ അമാനുഷികമായ ഭാഗങ്ങൾ ബഹുമാനപ്പെട്ട ഉലമാ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികമായ ചില ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറതു ഇൻദല്ലാഹി ഖാലിസതൻ മിൻ ദൂനിൻ നാസ് فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽ നബിയേ ഇസ്ലാമിന്റെ ശത്രുക്കളോട് പറയണം, ജൂതന്മാരോട് പറയണം, ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറ, നിങ്ങൾക്കാണ് ആഖിറ ലോകം അല്ലാഹു സംവിധാനിക്കുന്നത് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇൻദല്ലാഹി ഖാലിസ മിൻ ദൂനിൻ നാസ്, പരലോക വിജയം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് മാത്രമാണ് എന്ന് ജൂതന്മാര് പറയാറുണ്ടായിരുന്നു. ഹബീബിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയേ ജൂതന്മാര് പറയുന്നത് പോലെ അവർക്കാണ് പരലോക വിജയമെങ്കിൽ തതമന്നഉൽ മൗത്ത്, നബിയേ അവരോട് നിങ്ങൾ പറയണം, നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കുകയും നാളെ പരലോക വിജയം നിങ്ങൾക്കാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തിനാ നിങ്ങൾ മരണത്തെ പേടിക്കേണ്ട ആവശ്യമുള്ളത്? എന്തിനാണ് പിന്നെ നിങ്ങൾ മരണത്തെ ഭയക്കുന്നത്? നിങ്ങൾക്ക് മരണത്തെ ആഗ്രഹിക്കാമല്ലോ. ഇൻ കുൻതും സാദിഖീൻ,
നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾക്ക് മരണത്തെ ആഗ്രഹിക്കുന്നതിന് എന്താണ് പ്രശ്നമുള്ളത്? എന്നിട്ട് അല്ലാഹു പറയാണ്, വലയതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം. ഇല്ല നബിയേ, ഒരു കാലത്തും അവർ മരണത്തെ ആഗ്രഹിക്കില്ല. ഒരു കാലത്തും ജൂതന്മാരും മരണത്തെ ആഗ്രഹിക്കില്ല. അവർക്ക് നാളെ ആഖിറത്തിൽ വിജയമുണ്ട് എന്നവർ ഉറപ്പിക്കുന്നുവെങ്കിൽ പിന്നെ മരണത്തെ അവർ ഭയക്കുന്നതെന്തിനാണ്? അവരോട് മരണത്തെ ആഗ്രഹിക്കാൻ പറയോ മുഹമ്മദ് നബിയെ? അവർ ഒരു കാലത്തും ആഗ്രഹിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ജൂതന്മാര് പറയാറുണ്ടായിരുന്നു, ജൂതന്മാര് സാധാരണ പറയാറുണ്ടായിരുന്നു, ഞങ്ങൾക്കാണ് ആഖിറ വിജയമുള്ളത്, പരലോകത്ത് ഞങ്ങൾക്കാണ് വിജയം. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളെങ്ങനെയാണ് അങ്ങനെ പറയാ? ആഖിറത്തിൽ വിജയം നിങ്ങൾക്കാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്, വലയതമന്നൗഹു അബദാ. അതൊരു കാലത്തും ഉണ്ടാവുകയില്ല. അവർ മരണത്തെ ആഗ്രഹിക്കുകയില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, ഈ കാലം വരെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജൂതന്മാരും മരണത്തെ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, മരണത്തെ ഞങ്ങൾക്ക് പേടിയില്ല എന്ന് നാളിതുവരെ ഒരു ജൂതനും പറഞ്ഞതായി ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഏതെങ്കിലും ഒരു ജൂതൻ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു, മരണത്തെ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത, വിശുദ്ധ ഖുർആനിന്റെ മുഅ്ജിസത്ത്, അതിന്റെ അമാനുഷികത നഷ്ടപ്പെടുമായിരുന്നു. പക്ഷെ ഇന്ന് വരെ ഒരു ജൂതനും അത് പറഞ്ഞിട്ടില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാൻ, വലയതമന്നൗഹു അബദാ. ഒരു കാലത്തും ജൂതന്മാരും മരണത്തെ ആഗ്രഹിക്കുകയില്ല. നാളിതുവരെ, ഇക്കാലം വരെ ഒരു ജൂതനും മരണത്തെ ആഗ്രഹിച്ചതായി ലോക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയ്ക്ക് ഉദാഹരണമാണിത് എന്ന് ബഹുമാനപ്പെട്ട ഉലമാ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം കാണാം, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വചനമാണിത്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ. എന്താണ് വിഷയം? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് അതിരാവിലെ തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരെ മുഴുവനും വിളിച്ചു ചേർക്കുകയാണ്. യാ സുബ്ഹാ എന്ന പർവ്വതത്തിന്റെ മുകളിൽ ചെന്ന് വിളിക്കേണ്ട സന്ദർഭം മുഴുവൻ ആളുകളും ആ പർവ്വതത്തിന്റെ താഴ്വാരം വന്ന് ഒരുമിച്ച് കൂടുകയാണ്. ആ പർവ്വതത്തിന്റെ ചുറ്റുവട്ടവും വന്ന് ഒരുമിച്ച് കൂടുകയാണ്. അവരോടായി ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകുടുംബമേ, എന്റെ ബന്ധുമിത്രാദികളെ, ഇക്കാണുന്ന പർവ്വതത്തിനപ്പുറത്ത് നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇക്കാണുന്ന പർവ്വതത്തിനപ്പുറത്ത് നിന്ന് ഒരു വിഭാഗം ശത്രുക്കൾ നിങ്ങളെ തകർക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ സഹോദരങ്ങളെ? എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞു, ഓ മുഹമ്മദേ, നീ അൽ അമീനാണ്, നീ സത്യസന്ധനാണ്, നീ നാളിതുവരെ ഞങ്ങളോട് കളവ് പറയാത്തവനാണ്, അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കും, യാതൊരു സംശയവുമില്ല, നോ ഡൗട്ട്, ഞങ്ങളത് വിശ്വസിക്കും മുഹമ്മദേ.
ഹബീബായ നബി തങ്ങൾ അവരോടായി പറഞ്ഞു, എന്നാൽ അതിലും വലിയ ഗൗരവമുള്ളൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്. ഈ മഹാപ്രപഞ്ചം അടക്കി ഭരിക്കുന്നത് ഏകനായ അല്ലാഹുവാണ്. നിങ്ങളുടെ ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ ദൈവങ്ങൾ മുഴുവനും കള്ള ദൈവങ്ങളാണ്. അതൊന്നും യഥാർത്ഥ ദൈവങ്ങളല്ല. യഥാർത്ഥ ദൈവം ഏകഛത്രാധിപതിയായ ബ്രഹ്മാണ്ഡ ഘടാഹങ്ങളുടെ അധിപനായ അല്ലാഹുവാണ്. അവന്റെ ദൂതനാണ് ഞാൻ. ഇത് നിങ്ങളെ അറിയിക്കലിന്റെ ബാധ്യതയാണ്. അത് പറയാനാണ് നിങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത്. ഈ യാഥാർത്ഥ്യമങ്ങ് പറഞ്ഞു തീരേണ്ട താമസ. ആ കൂട്ടത്തിൽ നിന്ന് അബൂലഹബ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, തബ്ബല്ലക സായിറൽ യൗം വലിഹാദാ ജമഅതനാ. ഇത് പറയാനാണോ മുഹമ്മദേ ഈ അതിരാവിലെ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? നിനക്ക് നാശം, നീ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. ലഅനത്തുല്ലാഹി അലൈഹി ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു ബിതബ്ബത് യദാഹു ഫിൽ الجحيم مخلدا أتى أنه في يوم الاثنين دائما يخفف عنه لسروري بأحمدا. ഹബീബിന്റെ ജന്മദിനം വരാൻ പോവുകയാണ്. റബീഉന്റെ വസന്തോത്സവം ലോകത്ത് പ്രകടമാകാനിരിക്കുകയാണ്. ലോകത്ത് മുഴുവൻ വിശ്വാസി സഹോദരങ്ങളും ആനന്ദിക്കുന്ന സുന്ദരമായ ആഘോഷ പരിപാടികൾ നടത്തുന്ന റബീഉന്റെ പൊൻപുലരി അടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ ബഹുമാന്യ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ റബീഉൽ അവ്വലിൽ പുണ്യപ്രവാചകരുടെ സ്തുതികീർത്തനങ്ങൾ പാടിപ്പുകഴ്ത്തുമ്പോ എല്ലാ പ്രഭാഷകന്മാരും പാടാറുള്ള വരികളാണിത്. ഇദാ കാന ഹാദാ കാഫിറൻ ജാഅ ദമ്മുഹു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് ആക്ഷേപിച്ച അബൂലഹബ് ലഅനത്തുല്ലാഹി അലൈഹി ഹബീബിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് തുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന ഒരു അടിമ സ്ത്രീയെ മോചിപ്പിച്ചത് കാരണം അബൂലഹബിനെ എല്ലാ തിങ്കളാഴ്ചയും അന്നഹു ഫീ യൗമിൽ ഇസ്നൈനി ദായിമാ يخفف عنه لسروري بأحمدا. അബൂലഹബിന്റെ എല്ലാ തിങ്കളാഴ്ചയും അയാളുടെ വിരലുകൾക്കിടയിൽ നിന്ന് ഒരു പ്രത്യേകമായ വെള്ളം അള്ളാഹു നരകത്തിലായിട്ട് പോലും അയാൾക്ക് നൽകുന്നുണ്ട് എന്ന് പരിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അബൂലഹബ് പുണ്യപ്രവാചകരെ ഒരുപാട് ഉപദ്രവിച്ച നീചനായ നികൃഷ്ടനായ മനുഷ്യനാണ്. ഹബീബിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പിതൃവ്യന്റെ എളാപ്പയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. അബൂലഹബിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. യാ അം, എന്റെ എളാപ്പ. അബൂലഹബിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയുന്നത് സത്യമാണെന്ന്. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയുന്നത് സത്യമാണെന്ന്. എന്തേ നിങ്ങൾക്ക് വിശ്വസിച്ചുകൂടാ എന്ന് എളാപ്പയോട് ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നീചനായ നികൃഷ്ടനായ ഈ എളാപ്പ പറയുകയാണ്, അബൂലഹബ് മുഹമ്മദ് നബിയോട് പറയുകയാണ്, എന്റെ വീടിന്റെ മുറ്റത്തുള്ള മാൻ കുട്ടി നിന്നെ വിശ്വസിച്ചാൽ ഞാൻ നിന്നെ വിശ്വസിച്ചോളാം. അബൂലഹബ് പറഞ്ഞു, അയാൾ വിചാരിച്ചു ഈ മാൻ കുഞ്ഞ് വിശ്വസിക്കില്ല, ഈ മാൻ കുഞ്ഞിന് ഷഹാദത്ത് കലിമ ഉച്ചരിക്കാൻ സാധ്യമല്ല എന്ന് കരുതിയ അബൂലഹബിന് തെറ്റിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട എളാപ്പയുടെ മുമ്പിൽ നിന്ന് എളാപ്പയുടെ വീടിന്റെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുന്ന മാനിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നീ റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് നീ സാക്ഷ്യം വഹിക്കുമോ മാനേ?
സുന്ദരമായി ആ മാൻകുഞ്ഞ് അബൂലഹബിനെ അത്ഭുത സ്തബ്ധനാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ആ മാൻകുഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അബൂലഹബിനെ പറ്റി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, നീചനാണവൻ, നികൃഷ്ടനാണവൻ. അവൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതാണ്, തബ്ബല്ലക സായിറൽ യൗം, എടാ നീ തുലഞ്ഞു പോകട്ടെടാ, നീ നശിച്ചു പോകട്ടെടാ. ആരോടാണ് ഇത് പറഞ്ഞത്? ലോകമാസകലം പടക്കാൻ കാരണക്കാരനായ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ നിദാനമായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അവന് പറഞ്ഞത്, നീ തുലഞ്ഞു പോകട്ടെ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അബൂലഹബിനെ പറ്റി പറഞ്ഞു, തുലഞ്ഞു പോകേണ്ടത് മുഹമ്മദ് നബിയല്ല. തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വ മാ കസബ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അബൂലഹബിനെ അല്ലാഹു ആക്ഷേപിക്കുകയാണ്. അവൻ തുലഞ്ഞു പോകട്ടെ എന്ന് അല്ലാഹു പറയുകയാണ്. ഒരു കാലത്തും ഇനി അവന് വിശ്വസിക്കുകയില്ല എന്ന് അല്ലാഹു പറയുകയാണ് അവന്റെ പരിശുദ്ധ ഖുർആനിലൂടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആയത്ത്, ഈ സൂറത്ത് ഇറങ്ങിയിട്ട് 10 വർഷക്കാലം അബൂലഹബ് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അബൂലഹബിനെ പറയാമായിരുന്നു വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത തകർക്കാൻ, വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത തകർക്കാൻ അബൂലഹബിന് തമാശക്കെങ്കിലും പറയാമായിരുന്നു, ഞാൻ മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചു എന്ന്. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിന്റെ വചനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ ഈ സൂറത്തിറങ്ങിയിട്ട് 10 കൊല്ലക്കാലം അബൂലഹബ് ജീവിച്ചിട്ടും ഒരിക്കൽ പോലും അബൂലഹബ് തമാശക്ക് പോലും അബൂലഹബിനെ പറയാൻ കഴിഞ്ഞില്ല, ഞാൻ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ഒരു തവണ ആ മനുഷ്യൻ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതാണ്, ഒരു കാലത്തും അവൻ വിശ്വസിക്കുകയില്ല, അവൻ തുലഞ്ഞു പോകട്ടെ. ഒരു തവണ അവൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ അമാനുഷികത നഷ്ടപ്പെട്ടു എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പറയാൻ അവസരമുണ്ടാകുമായിരുന്നു. ആ അവസരം പോലുമില്ലാതെ വളരെ സുന്ദരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഗ്രന്ഥത്തെ സംരക്ഷിച്ചിരിക്കുകയാണ്. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു തന്നെ പറഞ്ഞതുപോലെ, ഇന്നാ നഹ്നു നസ്സൽന الذിക്റ, അനുഗ്രഹീതമായ ആ ദിക്റിനെ ഇറക്കിയത് നാമാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഇവിടെ വിശുദ്ധ ഖുർആനാണ് അത് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഉലമാ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ, എല്ലാ ശത്രുവിന്റെ കരങ്ങളിൽ നിന്നും അതിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധ ഗ്രന്ഥത്തിന്റെ അമാനുഷികത തകർക്കാൻ ലോകത്ത് ഇന്നേ വരെ 14 പിന്നിട്ടിട്ടും ലോകത്തൊരു ശക്തിക്കും സാധ്യമായിട്ടില്ല. ഇത് വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. എത്ര ആളുകൾ ഏതെല്ലാം രൂപത്തിൽ ശ്രമം നടത്തി നോക്കി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ അമാനുഷികതയെ തകർക്കാൻ, വിശുദ്ധ ഖുർആനിന് പകരമായി ഒരായത്തുണ്ടാക്കാൻ എത്ര ശ്രമം നടത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട പ്രതിഭാശാലികളായ സാഹിത്യ പടുക്കൾ മുഴുവനും അമ്പരന്നുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണ്? ഇതുപോലൊരു ഗ്രന്ഥമുണ്ടാക്കുന്നത് പോയിട്ട് ഈ ഗ്രന്ഥത്തിലുള്ള ഒരു വചനത്തിന് തത്തുല്യമായ ഒരു വചനം കൊണ്ടുവരാൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല എന്ന് പറഞ്ഞതാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ലോകം കണ്ട പ്രതിഭാശാലികളായ സാഹിത്യകാരന്മാരാണ്. ഒരിക്കലും ഞങ്ങൾക്ക് ഇതിന് പകരമായി ഒരായത്ത്, ഒരു സൂക്തം കൊണ്ടുവരാൻ പോലും സാധ്യമല്ല. ലഹാ മആനിൻ കമൗ ഫിൽ ബഹരി ഫീ മുദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി
هجت بلاغتها دعوى معارضها رد الغيور يد الجاني عن الحرم. കാവ്യലോകത്തെ കുലപതികൾ പഠിപ്പിച്ചു തരികയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അത് അമാനുഷികമാണ്, അത് അത്ഭുതങ്ങളിൽ അത്ഭുതകരമാണ്, അത് ആശ്ചര്യങ്ങളിൽ ആശ്ചര്യജനകമാണ്. ലഹാ മആനിൻ കമൗജിൽ ബഹരി ഫീ മുദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയമി. സമുദ്രത്തിന്റെ ആഴങ്ങളിലുള്ള രത്നങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതാണ് വിശുദ്ധ ഖുർആനിന്റെ വചസ്സുകൾ. അതിന്റെ ഓരോ വാക്കിനുമുള്ള അർത്ഥം എന്റെ പ്രിയപ്പെട്ടവരെ അത് വലിയ തിരമാലകളെക്കാൾ അപ്പുറമാണ്. വലിയ ആശയസമ്പുഷ്ടിയുള്ള വലിയ വലിയ വചസ്സുകളാണ് വിശുദ്ധ ഖുർആനിന്റെ വചസ്സുകളെന്ന് കാവ്യലോകത്തെ കുലപതികൾ ബഹുമാന്യ പണ്ഡിതർ രേഖപ്പെടുത്തുകയാണ്. അതിനെ തകർക്കാൻ ഇന്നവരാർക്കും സാധിച്ചിട്ടില്ല. ഇലാ യൗമിൽ ഖിയാമ ഇൻഷാ അല്ലാഹ്, ലോകാവസാനം വരെ അതിനെ തകർക്കാൻ ഒരാൾക്കും ഒരു പ്രസ്ഥാനത്തിനും സാധ്യമാവുകയില്ല. അത് ഈ സമൂഹത്തിന്റെ ഭരണഘടനയാണ്. അല്ലാഹു നമ്മെ ഖുർആനിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ അറദ്തുമുൽ ഇൽമ ഫൻസുറുൽ ഖുർആൻ. നിങ്ങൾ ഇൽമിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ലോകത്തെ വിജ്ഞാനം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൻസുറുൽ ഖുർആൻ, ഖുർആനിനെ നിങ്ങൾ പ്രചരിപ്പിച്ചോ, ഖുർആനിനെ നിങ്ങൾ വ്യാപകമാക്കിക്കോ. എന്നാൽ ലോകത്ത് നിങ്ങൾക്ക് ഇൽമുണ്ടാകുന്നതാണ്. കാരണം എന്താ? ഫഇന്ന ഫീഹി ഇൽമുൽ അവ്വലീന വൽ ആഖിരീൻ. ഈ ഖുർആൻ എന്ന് പറയുന്നത് അത് മുൻഗാമികളുടെയും പിൻഗാമികളുടെയും എല്ലാവരുടെയും അറിവുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ട ഗ്രന്ഥമാണത്. അതുകൊണ്ട് നിങ്ങൾ ഇൽമിനെ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഖുർആൻ, നിങ്ങൾ ഖുർആനിനെ പ്രചരിപ്പിച്ചോളൂ എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുകയാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മോമിനീങ്ങളെ, ബഹുമാനമുള്ള മോമിനീങ്ങളെ, വല്ലാത്ത ഗ്രന്ഥമാണ്. അതിൽ പറയാത്തൊരു വിഷയങ്ങളുമില്ല. അതാണ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ പറയാത്തതൊന്നുമില്ല. സാധാരണ പ്രഭാഷകർ ആലങ്കാരികമായി പറയാറുണ്ട്. അടുക്കള മുതൽ അന്താരാഷ്ട്രം വരെയുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആനെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആലങ്കാരികമായിട്ടാണ് പറയാറുള്ളതെങ്കിലും വസ്തുതയും അങ്ങനെ തന്നെയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൗലാ അലി ഖാലു ബഈദിൻ ലവജത്തുഹു ഫീ കിതാബില്ലാഹ്. എന്റെ ഒട്ടകത്തിന്റെ മൂക്കയർ നഷ്ടപ്പെട്ടാൽ പോലും ഞാൻ അല്ലാഹുവിന്റെ കിതാബിൽ നോക്കി അതിനെ കണ്ടെത്തുമെന്ന മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഉറങ്ങിയോ? അടുത്തോ? പഠിച്ചോനെ, നിർത്താനായോ? എല്ലാരും എഴുന്നേറ്റ് 2 സലാത്ത് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നല്ലൊരു ആവേശം ഉണ്ടാവും. പിന്നെ ആ വേക്കിലുള്ള ആളുകൾ മെല്ലെ ഒന്നുകൂടി അമ്പിലുള്ള കസേരകളിലേക്ക് വന്നിറങ്ങുക ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ اللهم صل على محمد يا رب صل عليه وسلم. ഒട്ടകത്തിന്റെ മൂക്കയർ നഷ്ടപ്പെട്ടാൽ പോലും വിശുദ്ധ ഖുർആനിൽ ഞാൻ അതിനെ കണ്ടെത്തുമെന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. എന്താണ് ഈ പറയുന്നത്? ഒട്ടകത്തിന്റെ മൂക്കയർ നഷ്ടപ്പെട്ടാൽ പോലും ഖുർആനിൽ നിന്ന് ഞാൻ അതിനെ കണ്ടെത്തും. അത്രമേൽ വിശാലമാണ് ഖുർആൻ എന്നർത്ഥം. അലിയു തന്താവി എന്ന റഹിമഹുല്ല ഒരു മഹാനായ അറബ് ലോകത്തെ പണ്ഡിത സൂര്യനാണ്. മഹാനായ അലിയു തന്താവിയോട് ഒരു ദിവസം വിശുദ്ധ ഖുർആനിന്റെ ഉദാത്തമായ
വിശുദ്ധ ഖുർആനിന്റെ അവാച്യമായ അനുഭൂതിയെപ്പറ്റി സംസാരിക്കുന്ന സദസ്സിൽ നിന്നൊരാൾ ചോദിച്ചു, അത്രേ അല്ലയോ ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ വിശുദ്ധ ഖുർആനിൽ പറയാത്ത ഒരു കാര്യവുമില്ലെന്ന്. എനിക്കൊരു സംശയമുണ്ട്, ഞാൻ ചോദിക്കട്ടെ, 10 കിലോ മൈദ കൊണ്ട് എത്ര പൊറോട്ട ഉണ്ടാക്കാം? ഒരാളുടെ ചോദ്യമാണ്. 10 കിലോ മൈദ കൊണ്ട് എത്ര പൊറോട്ട ഉണ്ടാക്കാം? വിശുദ്ധ ഖുർആനിൽ നോക്കി നിങ്ങളതെനിക്ക് പറഞ്ഞു തരണം എന്ന് അലിയു തന്താവി എന്ന അറബ് ലോകത്തെ പണ്ഡിത സൂര്യനോടൊരു സഹോദരൻ ചോദിച്ചപ്പോൾ യാതൊരു സങ്കോചവുമില്ലാതെ മഹാനായ അലിയു തന്താവി റഹിമഹുല്ല ആ സഹോദരനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആൻ എടുത്തു മറിക്കുകയാണ്, വിശുദ്ധ ഖുർആൻ നോക്കുകയാണ്. ഉടനെ തന്നെ തൊട്ടപ്പുറത്തുള്ളൊരു ഹോട്ടലിലെ ഭക്ഷണമുണ്ടാക്കുന്ന പാചകക്കാരനെ വിളിക്കുകയാണ്. അയാൾ അരികിൽ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, സഹോദര, 10 കിലോ മൈദ കൊണ്ട് എത്ര പൊറോട്ട ഉണ്ടാക്കാം? അയാൾക്കറിയാം അതിന്റെ കണക്ക്, അയാൾ ഉണ്ടാക്കുന്നയാളാണ്, അയാൾ പാചകക്കാരനാണ്. അയാളത് പറഞ്ഞു കൊടുത്തു. 10 കിലോ മൈദ കൊണ്ട് ഇത്ര പൊറോട്ട ഉണ്ടാക്കാം. അലിയു തന്താവി റഹിമഹുല്ലാഹ് തന്നോട് ചോദിച്ച വ്യക്തിയോട് ആ മറുപടി പറഞ്ഞു കൊടുത്തപ്പോ ആ സഹോദരൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഖുർആൻ നോക്കി പറഞ്ഞു തരാനാണ് പറഞ്ഞത്, അല്ലാതെ അയാളെ വിളിച്ചിട്ട് പറയാനല്ല. അലിയു തന്താവി റഹിമഹുല്ലാഹ് ആ സഹോദരനോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ അറിയേണ്ടതാണ്. അദ്ദേഹത്തോട് പറയാണ്, ചെറുപ്പക്കാരനോട് പറയുകയാണ്, നിന്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഞാൻ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കി. അങ്ങനെ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനം ഞാൻ കണ്ടു. ഫസ്അലൂ അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾ അറിയില്ല, നിങ്ങൾക്കറിയില്ല എങ്കിൽ, ഒരു വിഷയത്തെപ്പറ്റി നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ അതിനെപ്പറ്റി അറിയുന്ന ആളുകളോട് നിങ്ങൾ ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനം ഞാൻ കണ്ടു. എനിക്കറിയില്ല എങ്ങനെയാണ് 10 കിലോ മൈദ കൊണ്ട് എത്ര പൊറോട്ട ഉണ്ടാക്കാമെന്ന് എനിക്കറിയില്ല. അതറിയുന്നയാളോട് ഞാൻ ചോദിച്ചു, നിനക്കതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു തന്നു. അറിയുന്നയാളോട് ചോദിക്കണമെന്ന് എന്നോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം ഞാൻ കണ്ടെത്തിയത് വിശുദ്ധ ഖുർആനിൽ നിന്നാണെന്ന് മഹാനായ അലിയു തന്താവി റഹിമഹുല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ആഴത്തിലിറങ്ങി പഠനം നടത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതാണ് കവി പാടിയത്, ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തകാസറ അൻഹു അഫ്ഹാമുർ റിജാലി. ജമീഉൽ ഇൽമി ഫിൽ ഖുർആനി ലാകിൻ തകാസറ അൻഹു അഫ്ഹാമുർ റിജാലി. എല്ലാ അറിവും വിശുദ്ധ ഖുർആനിലുണ്ട്, എല്ലാ ഇൽമും വിശുദ്ധ ഖുർആനിലുണ്ട്. പക്ഷേ തകാസറ അൻഹു അഫ്ഹാമുർ റിജാൽ, ആളുകൾക്കത് മനസ്സിലാക്കാൻ മാത്രം വിവേകവും അതുപോലെ അത് മനസ്സിലാക്കാനുള്ള തന്റെ ഇടവും ഇല്ലാതെ പോയി എന്നതല്ലാതെ വിശുദ്ധ ഖുർആനിൽ പറയാത്ത വിഷയങ്ങളൊന്നുമില്ല എന്ന് മഹാന്മാരായ ഉലമാ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളെ ഖുർആനിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാഹ്. സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അതിനുള്ളൊരു അവസരമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. ഖുർആനിന്റെ അഹ്ലുകാരാകാൻ ഈ നാടിനാകമാനം അല്ലാഹു ബർക്കത്ത് ചൊരിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നു എന്നാണ് ഒരു മഹൽ സ്ഥാപനത്തിന് ഇവിടെ ശിലാസ്ഥാപനം നടത്തപ്പെടലോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, 10-15ഓളം വിദ്യാർത്ഥികളെ കൊണ്ട് തുടങ്ങപ്പെടുകയാണ് അനുഗ്രഹീതമായ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് മുൻകൈയെടുത്തവരെയും അതിനെ സഹായിച്ചവരെയും അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചവരെയും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്.
വലിയ ഭാഗ്യം അല്ലാഹു നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. അത് നിങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതെങ്ങനെയാ നിലനിൽക്കുക? നിങ്ങളെയൊക്കെ എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം, നിസ്സീമമായ സഹകരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം വിശുദ്ധ ഖുർആനിന്റെ അവാച്യമായ അനുഭൂതിയാണ്, വിശുദ്ധ ഖുർആനിന്റെ ആശയ സമ്പുഷ്ടതയാണ്, വിശുദ്ധ ഖുർആനിന്റെ സാഹിത്യ സൗന്ദര്യത്തെപ്പറ്റിയും ഒട്ടനവധി ചരിത്രങ്ങൾ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. അൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറഅ സൂറത്തുൻ നജ്ം. മുസ്തഫ നബി തങ്ങൾ സൂറത്തുൻ നജ്ം ഓതുകയാണ്. ഫസജദ ബിഹാ, അങ്ങനെ സൂറത്തുൻ നജ്ം ഓതിയപ്പോൾ അവിടെ സുജൂദിന്റെ തിലാവത്തിന്റെ തിലാവത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സജദത്ത് തിലാവ് നിർവഹിക്കുകയാണ്, സുജൂദ് ചെയ്യുകയാണ്. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ഒരുമിച്ച് കൂടിയ സദസ്സിലാണ് ഹബീബായ നബി തങ്ങൾ ഓതിയത്, പാരായണം ചെയ്തത്. അല്ലാഹ്